അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ കലിമത്തുൻ തയ്യിബ, നല്ല വാക്ക്, അതിൻ്റെ വിപരീതമാണ് കലിമത്തുൻ ഖബീസ എന്നത്. അസത്യവും അസത്യത്തിൽ അധിഷ്ഠിതവുമായ എല്ലാ വചനങ്ങൾക്കും അത് ചേരുമെങ്കിലും ഇവിടെ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനമായി അംഗീകരിച്ച എല്ലാ തെറ്റായ ആദർശങ്ങളാണ് ഉദ്ദേശം. ഉദാഹരണത്തിന് പ്രകൃതിവാദം, നിരീശ്വരത്വം, നിർമ്മതത്വം, ബഹുദൈവത്വം, വിഗ്രഹാരാധന എന്നിവയ്ക്ക് പുറമെ പ്രവാചകന്മാർ കൊണ്ടുവന്നതല്ലാത്ത എല്ലാ വിഭാഗങ്ങളും ഇതിൽപ്പെടുന്നു. തെറ്റായ ആദർശം യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ്. അതിനാൽ പ്രകൃതിയുടെ നിയമം ഒരിടത്തും അതുമായി യോജിക്കുന്നില്ല. പ്രപഞ്ചത്തിലെ ഓരോ അണുവും അതിനെ നിഷേധിക്കുക തന്നെ ചെയ്യും. ആകാശഭൂമികളിലെ ഓരോ വസ്തുവും അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുക. ഭൂമിയിൽ അതിൻ്റെ വിത്ത് വിതക്കാൻ എപ്പോൾ ശ്രമിച്ചാലും അത് വിജയിക്കുകയില്ല തന്നെ. പ്രകൃതി തന്നെ അതിനെ പിഴുതെറിയാനായി ഒരുങ്ങി നിൽക്കുന്നുണ്ടാവും. ആകാശത്തേക്ക് അതിൻ്റെ ചില്ലകൾ ഉയരാൻ തുടങ്ങുമ്പോഴേക്കും താഴ്ഭാഗത്ത് അതിൻ്റെ വേരുകൾ നശിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും പ്രവർത്തിക്കാനുള്ള അവസരവും നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഈ ക്ഷുദ്രവൃക്ഷം എവിടെയും മുളക്കുക തന്നെ ചെയ്യുമായിരുന്നില്ല. പക്ഷേ അള്ളാഹു മനുഷ്യനും തൻ്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരം നൽകിയിരിക്കുന്നു. അതിനാൽ ഏതെങ്കിലും വിവരമില്ലാത്തവർ പ്രകൃതി നിയമവുമായി സമരം ചെയ്ത് ഈ വൃക്ഷം നടാൻ ശ്രമിക്കുകയാണെങ്കിൽ അവൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഭൂമി അതിൻ്റെ കുറച്ച് സ്ഥലം അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. വായും വെള്ളവും മുഖേന അല്പം ഭക്ഷണം അതിന് ലഭിക്കുന്നു. ആകാശവും അതിൻ്റെ ചില്ലകൾ വ്യാപിക്കുന്നതിന് കുറച്ചൊക്കെ അവസരം നൽകും. പക്ഷേ അത് ഏതൊരു വൃക്ഷവും നിലനിൽക്കുന്നുവോ അതുവരെ കൈപ്പുറ്റതും കൊള്ളരുതാത്തുമായ ദുഷിച്ച പഴങ്ങളായിരിക്കും അത് നൽകിക്കൊണ്ടിരിക്കുക. പരിതസ്ഥിതി മാറിയാൽ ഉടനെ ഒരു മഹാവിപത്ത് അതിനെ അടിയോടെ പിഴുതെറിയുകയും ചെയ്യും. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.